കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 1. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ സന്ദേശം. ഉടമ്പടി വഴി നമുക്ക് അഭിഷേക നിലവാരത്തിലേക്ക് ഉയരാം. ഉടമ്പടി നമുക്ക് നൽകുന്ന ദൈവാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ വെളിപാടുകളാണ്. അതിലൊന്ന് അനുഗ്രഹത്തിന്റെ കാലമാണ്. അതിന് ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും തന്നെ ദൈവം സൗജന്യമായിട്ട് നൽകുന്നതാണ്. മെയിൻ്റനൻസ് ഗ്രേസ് എന്ന് പറയാം. ചില കെട്ടിടത്തിനൊക്കെ ഗവൺമെന്റ് മെയിൻ്റനൻസ് ഗ്രാന്റ് നൽകില്ലേ, അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന മെയിൻ്റനൻസ് ഗ്രേസ് ഉണ്ട്. അതിനെ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് വേണേൽ വിളിക്കാം. ഭൗതിക ആനുകൂല്യങ്ങൾ. അത് എല്ലാവർക്കും കിട്ടും. അത് നിരീശ്വരന്മാർക്കും കിട്ടും. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എനിക്കതിൽ അനുഭവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർക്കും ആ മെയിൻ്റനൻസ് ഗ്രേസ് കിട്ടും. അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ആണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. അവൻ നടന്നെത്തി. അവൻ 70 വയസ്സോ 80 വയസ്സോ വരെയൊക്കെ ജീവിച്ചിട്ട് ശേഷം അവൻ നടന്നെത്തിത്തീരുന്ന സ്ഥലം വരെ അവന്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ അവൻ സർവൈവ് ചെയ്യണം, നിലനിന്ന് പോണം. അവൻ അവിടെ അതിജീവനം നടത്തേണ്ടി വരും. സർവൈവ് ചെയ്യണമെങ്കിലുള്ള ദൈവത്തിന്റെ പ്രൈമറി ബ്ലെസ്സിങ്സ് ആണ് നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ കീഴടക്കുക എന്നുള്ള വാക്ക്. ഇവിടെ ഈശ്വര വിശ്വാസികൾക്കും നിരീശ്വരന്മാർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് പ്രൈമറി തലത്തിൽ. സെക്കൻഡറി തലം അനുഗ്രഹത്തിന്റെ തലത്തേക്കാൾ ഉപരി അഭിഷേകത്തിന്റെ തലമാണ്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റർപേഴ്സണൽ റിലേഷനിലാണ് ഈ അഭിഷേകത്തിനുള്ള സാധ്യതയുള്ളത്. എന്ന് വെച്ചാൽ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്നേഹബന്ധത്തിൽ നിന്നാണ് അഭിഷേകം വരുന്നത്. ഈശോയുമായുള്ള നമ്മുടെ സ്വകാര്യ സ്നേഹത്തിന്റെ ആഴവും തൂക്കവും വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് അഭിഷേകം വന്നുകൊണ്ടിരിക്കും. കേവലമായ സ്നേഹം കൊണ്ട് ചില ആൾക്കാർക്ക് ഭാരങ്ങൾ ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ രക്തബന്ധത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അതാണ് വിഷയം. അമ്മയ്ക്ക് കുഞ്ഞുമായുള്ളത് രക്തബന്ധമാണ്. ഇപ്പോൾ കുഞ്ഞ് പനിയായിട്ട് കിടന്നാൽ അമ്മ ഭക്ഷണം കഴിക്കില്ലല്ലോ. അത് സന്തോഷമായിട്ടല്ലേ അമ്മ എടുക്കുന്നത്. കുഞ്ഞിന് വേണ്ടി അവരത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ അവരുടെ സ്നേഹത്തിൽ അവർക്ക് വിശ്വാസവും അതുകൊണ്ട് അവർക്ക് ആന്തരികമായൊരു സന്തോഷവും ഉണ്ടാകും. പക്ഷെ സുവിശേഷപരമായി വരുമ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതാണ്. വചനത്തിൽ നാം വായിക്കുമ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നാണ്. അപ്പോൾ ആ രോഗി നമ്മുടെ ബന്ധവും സ്വന്തവുമാകില്ല. നമ്മൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ അവരുടെ അടുത്ത് ഒരു ദിവസമൊക്കെ പോയി അവരുടെ കൂടെ ഈ അനാഥാലയത്തിലും കാരുണ്യ ഭവനിലുമൊക്കെ താമസിച്ച് രാവിലെ അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിനകത്ത് ഓട്ടിസം പിള്ളേരുണ്ടാകും, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുണ്ടാകും, മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ടാകും, ഭ്രാന്തുള്ള പിള്ളേരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഇവർ പെറ്റതല്ല, രക്തബന്ധമൊന്നുമില്ല, ഇവരെ ആദ്യം കാണുകയാണ്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ തുപ്പും. പക്ഷെ ആ കുഞ്ഞുങ്ങൾ തുപ്പിയാൽ നാം അത് സഹിക്കും. കാരണം സ്നേഹമെല്ലാം സഹിക്കുന്നു. സുവിശേഷത്തിന്റെ അഭിഷേക ലെവൽ അതാണ്. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പ്രശസ്ത തത്വചിന്തകനായ സാറ്ററിന്റെ വിഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട്, ഹെൽ ഈസ് അതർ പീപ്പിൾ. ക്രിസ്തുവിനെ കൈവിട്ട് കഴിഞ്ഞാൽ വരുന്ന ഒരു വിഷയമാണിത്. ക്രിസ്തുവിനെ കൈവിട്ടാൽ പിന്നെയുള്ളത് എന്താണ്? അതർ ഈസ് മൈ എനിമി. എന്റെ മുമ്പിലുള്ള ഒരാൾ, എക്സ്ട്രാ ആയിട്ട് വരുന്ന പേഴ്സൺ എന്റെ ശത്രുവായിരിക്കുമെന്ന്. അതർ ഈസ് ക്രൈസ്റ്റ് എന്നാണ് ബൈബിളിന്റെ ഒരു വെളിപാട്. അതായത് ക്രിസ്തു പീഠാസഹനങ്ങൾ ഏറ്റുവാങ്ങിക്കുന്ന ആളാണ്. ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എല്ലാ ഷോക്കും നിനക്ക് വേണ്ടി അബ്സോർബ് ചെയ്യുമെന്നാണ്. അപ്പോൾ ക്രിസ്തു ആകുക എന്നുള്ളത് എപ്പോഴും ഒരു സുവിശേഷകന്റെ ഒരു ആന്തരിക പ്രേരണയായിരിക്കും. ഈ ക്രിസ്തു ആകാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയുണ്ട്. ക്രിസ്തുവിന്റെ മൗലിക സ്വഭാവം യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശയ്യാ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്.
എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തുവിന്റെ പേരിൽ മറ്റുള്ളവരുടെ ഭാരങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്താണ്. എപ്പോഴും അത് ഓർക്കണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തി അഭിഷിക്തനാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സന്തോഷം തോന്നും. മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ദേഷ്യവും അമർഷവും ഒക്കെയാണ് നിന്റെ മൗലിക വികാരമെങ്കിൽ നീ ക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. നേരെ മറിച്ച് നിനക്ക് ആത്മീയ സന്തോഷം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നീ അഭിഷേകത്തിലാണ്, ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻമരിയ എന്ന ഒരു മകൾ സാക്ഷ്യം പറഞ്ഞു. ആൻമരിയ ടൊറന്റോയിൽ താമസിക്കുന്ന ആളാണ്, മലയാളിയാണ്. ടൊറന്റോയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ടൊറന്റോയിലും ലണ്ടനിലും ആൻമരിയ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. കൃപാസനം ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് എല്ലാ സായിപ്പുമാരെയും വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും, ആൻമരിയ നീ ഒരു വട്ടാണെന്ന് തോന്നുന്നു, ഈ വെള്ളക്കാരന് ഇംഗ്ലീഷ് പേപ്പർ വായിച്ചു കേൾപ്പിക്കുമോ ആരെങ്കിലും? അപ്പോൾ കൂട്ടുകാരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തും. എന്നാലും ആൻമരിയ ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കർത്താവിന്റെ കാര്യം, ഈ കൂട്ടുകാരെല്ലാം എതിർത്തിട്ടും സ്വന്തമായി ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയോ? ആൻമരിയയ്ക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കൊടുത്തു. ആദ്യം എന്താണ്? നമുക്കെല്ലാവർക്കും കിട്ടുന്നതാണ് അനുഗ്രഹത്തിന്റെ ലെവൽ. രണ്ടാമത്തേത് എന്താണ്? അഭിഷേകം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വളർച്ച പരിശോധിക്കാൻ എപ്പോഴും നല്ലത് ക്രിസ്തീയമായി നീ വളർന്നോ എന്നറിയാനുള്ള ഏറ്റവും വലിയ മാർഗം നീ അനുഗ്രഹത്തിന്റെ ലെവലിൽ നിന്ന് ലെവൽ ചേഞ്ച് ആയോ എന്ന് നോക്കണം. ലെവൽ ചേഞ്ച് ആയെന്ന് പറയാൻ കാരണം, ടൊറന്റോയിൽ താമസിക്കുമ്പോൾ ആൻമരിയയും ജോസും അവർക്ക് 3 വയസ്സുള്ള ഒരു കുഞ്ഞും പിന്നെ 1 വയസ്സ് കഷ്ടിയുള്ള ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. ആൻമരിയ പറയുകയാണ്, ഞങ്ങൾ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. എന്നിട്ട് ആൻമരിയ പറയുകയാണ്, എനിക്കൊരു ഭയവും തോന്നിയില്ല എന്ന്. ഇതാണ് ആത്മീയതയുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. വൈഫിനും ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒരു പരിചയവുമില്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉത്കണ്ഠ, ഭയം, സങ്കടം, നിരാശ, കുറെ ലോകാരൂപികൾ ഉണ്ടാകേണ്ടതാണ്. ആൻമരിയ പറയുന്നത് തങ്ങൾക്കൊരു ഭയവും തോന്നിയില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? അവർ അഭിഷേക ലെവലിലാണ്. അതാണ് വിഷയം. എപ്പോഴും വരുന്ന ഒരു വിഷയം, ഈ അഭിഷേക ലെവലിൽ ആകണമെങ്കിൽ നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് അറിയാമോ? പ്രേഷിത പ്രവർത്തനമാണ്. അതെപ്പോഴും ഓർത്തേക്കണം. അതായത് നമ്മൾ ഈ പത്രമൊക്കെ കൊടുക്കില്ലേ, വിശ്വാസ കൈമാറ്റം, അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റമാണ്. വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അതാണ് വിഷയം. പലരും വിശ്വാസ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും കൊടുത്ത് അവസാനിപ്പിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്. അനുഗ്രഹത്തിന്റെ ലെവലിൽ തന്നെ കിടക്കുന്നതും കർത്താവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയവും ഉത്കണ്ഠയും നിരാശയും ഒക്കെ കടന്നു വരുന്നതിന്റെ കാരണവും ഇതാണ്. അതായത് വിശ്വാസത്തിന്റെ വളർച്ചയിൽ നമുക്ക് വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനേക്കാൾ ഉപരി അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലൂടെ നിങ്ങളെ കയറ്റുന്നത് എന്താണെന്നറിയണം. അതെന്താണ്? ഈ ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയമാണ്. ആൻമരിയ ടൊറന്റോയിൽ നിന്ന് ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ജോലിയില്ല, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷെ ഈ അനിശ്ചിതാവസ്ഥ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. അതാണ് അഭിഷേക തലം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ ആകെ തുക ആ വ്യക്തിക്ക് കിട്ടിയ അഭിഷേകത്തിന് തുല്യമായിരിക്കും. 1 കൊറിന്തോസ് 15-ാം അധ്യായം 41-42 വചനങ്ങൾ. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. അത് പ്രപഞ്ചത്തിൽ കാണുന്നതാണ്. പക്ഷെ ഷിഫ്റ്റ് എവിടെയാണ്? പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. സുവിശേഷ വേലയുടെ ഒരു പ്രധാന പരിസരമാണിത്. ഇപ്പോൾ ആളുകൾക്ക് പൊതുവെയുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദൈവത്തെ മറന്നും IVF-ഉം IUA-യും സഭയുടെ തീരുമാനങ്ങളും പഠനങ്ങളും ഒന്നും നോക്കാതെ ഡോക്ടർമാർ പറയുന്നത് പോലെയൊക്കെ അവർ ചെയ്യും.
ചിലപ്പോൾ ഗർഭഛിദ്രം ചെയ്യും. ചിലപ്പോൾ ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഭാര്യമാർ വീട്ടിൽ വന്നു നിൽക്കും. ചിലപ്പോൾ നേരെ തിരിച്ചും. വിവാഹത്തിൽ അഭിഷേകത്തിന് കുറെ സാധ്യതയുണ്ട്. ഇപ്പോൾ നിന്റെ അമ്മായിയമ്മ സർപ്പമാണെന്ന് വിചാരിച്ചോ, നീ മുയലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അമ്മായിയമ്മ മുയലും നീ സർപ്പവുമാണെന്ന് വിചാരിച്ചോ? മനുഷ്യർ പല സ്വഭാവമാണല്ലോ. വചനം പറയുന്നത് ചെന്നായ് ആട്ടിൻകുട്ടിയുടെ കൂടെ കിടന്നുറങ്ങുമെന്നാണ്. ചെന്നായ് എങ്ങനെയാണ് ആട്ടിൻകുട്ടിയുടെ കൂടെ കിടന്നുറങ്ങുന്നത്? നടക്കുന്ന കാര്യമാണോ? പക്ഷെ വിശ്വാസ ജീവിതത്തിൽ അതിന് സാധ്യതയുണ്ട്. യെശയ്യാ 11:6 ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഇതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിന്റെ അമ്മായിയമ്മ ചെന്നായായിരിക്കും, നീ ആട്ടിൻകുട്ടിയായിരിക്കും. ചിലപ്പോൾ അമ്മായിയമ്മ ആട്ടിൻകുട്ടിയും നീ ചെന്നായുമായിരിക്കും. ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് ഒരിക്കലും വാഴില്ല. പക്ഷെ ബൈബിൾ പറയും വാഴും. എന്തടിസ്ഥാനത്തിലാണത്? അഭിഷേകപ്രകാരം. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം എന്താണ്? ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ്. ലോകത്തെ ജയിക്കാൻ വലിയ പാടാണ്. 1 യോഹന്നാൻ 5:4 എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം, ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്തിനുള്ളതാണ്? ഈ ലോകാരൂപിയുടെ മേൽ വിജയം കൈവരിക്കാനുള്ളതാണ്. അല്ലാതെ IELTS പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് മാത്രമല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് അതിമോഹങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറയുന്നത്. അതിമോഹങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. യാക്കോബ് 1:15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഈ മോഹങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുന്നത് മോഹമാണ്. ചില സമയത്ത് ദൈവത്തെ മാറ്റി നിർത്തി കഴിയുമ്പോൾ മോഹം ദുർമോഹമാകും. ഈ ദുർമോഹം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായും ദുർമോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും. ദുർമോഹങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, ലോകത്തിന്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ പരാജയം എന്തുണ്ട്? അപ്പോൾ ലോകം എന്തിനുള്ളതാണ്? നമ്മളെ പരാജയപ്പെടുത്താനുള്ളതല്ല. ഹെബ്രായർ 10:38-39 വചനങ്ങൾ. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അപ്പോൾ വിശ്വാസവും ആത്മരക്ഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിന് എന്റെ അടിസ്ഥാന ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം. ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന്. അപ്പോൾ ലോകത്തിനൊരു പ്രതീകമായിട്ടാണ് ബൈബിൾ സർപ്പങ്ങളെ അവതരിപ്പിക്കുന്നത്. ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെ ഉപയോഗിക്കുന്ന പ്രതീകമാണ് സർപ്പം. ബൈബിൾ പൈശാചിക അരൂപിയെയും ലോകാരൂപിയെയും അസത്യം, അനീതി, സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി എല്ലാ മൂല്യങ്ങളും ചവിട്ടിത്തേക്കുക, അങ്ങനെ എല്ലാത്തിനെയും കൂടി ബൈബിൾ പറയുന്ന വാക്കാണ് ലോകം. ലോകത്തിന് ബൈബിൾ പ്രതികരിക്കുന്ന ഒരു പ്രതീകമാണ് സർപ്പം. ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ എല്ലായിടത്തുമുള്ള ജീവിയാണ്. ഈ സർപ്പത്തെ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. സർപ്പത്തെ അഭിഷേകം കൊണ്ടാണ് നീ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മർക്കോസ് 16:18 വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അഭിഷേക തലത്തിലേക്ക് ഉയർന്ന ആന്മരേക്കും ഭർത്താവിനും ഉയർന്ന ജോലി നൽകിക്കൊണ്ട്, ഒപ്പം വീടും കാറും നൽകിക്കൊണ്ടാണ് സാക്ഷ്യപീഠത്തിലേക്ക് മാതാവ് ഉയർത്തിയത്. വലിയ ഉയർപ്പ് കാലത്ത് പുനരുദ്ധാനത്തിന്റെ അഭിഷേകം നമുക്കും സ്വന്തമാക്കാം. ഉടമ്പടിയുടെ ഒരു മുഖമുദ്രയാണിത്.